രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ DYFI തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അത് നെറ്റ് സ്കാമിൻ്റെ പശ്ചാത്തലത്തിലാണ്. NDA പിരിച്ചുവിടണമെന്നും രാജ്യത്തെ മത്സര പരീക്ഷകൾ വികേന്ദ്രീകരിച്ച് സംസ്ഥാനങ്ങൾക്ക് നടത്താനുള്ള അധികാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി DYFI തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മഹാരാഷ്ട്രയിൽ DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ നടന്ന വലിയ പ്രൊട്ടസ്റ്റ്, ആ പ്രതിഷേധത്തിൽ നിരവധി പേർ ഇന്നലെ അറസ്റ്റ് വരിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ സമാനമായി തന്നെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ പ്രക്ഷോഭം ഇത് സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. അത് ഇന്ത്യ പൊളിറ്റിക്കൽ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കൊപ്പം തന്നെ തനതായി DYFIയുടെ പ്രക്ഷോഭം ഈ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഞങ്ങൾ ആലോചിച്ചു. ഓരോ ദിവസം കഴിയും തോറും നെറ്റ് പ്രശ്നത്തിൽ വലിയ തോതിലാണ് ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ആശങ്ക ഉന്നയിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ഈ നിമിഷം വരെയും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് നിഷേധാർഹമായ സമീപനമാണ്. ജനങ്ങളെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അനിശ്ചിതത്വത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അനിശ്ചിതത്വത്തിന് അറുതി വേണം. ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടാകണം. ഇത് സംബന്ധിച്ചുള്ള അവ്യക്തത നീങ്ങണം. കുറ്റവാളികളെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ CBI നടക്കുന്നത് ഈ മത്സരാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ചില രക്ഷകർത്താക്കളുടെയും പിറകിലാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ NDA ആണല്ലോ ഈ അഴിമതിയുടെ ഈ കുംഭകോണത്തിൻ്റെ പ്രഭവ കേന്ദ്രം. രാജ്യം കണ്ട ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കാമാണ് ഈ നെറ്റ് കുംഭകോണം, NDA സ്കാം. NDA എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അഴിമതിയിൽപ്പെട്ടിരിക്കുന്നു, കുംഭകോണത്തിൽപ്പെട്ടിരിക്കുന്നു. CBI ഇതുവരെ നടത്തിയ എൻക്വയറിയിൽ ആ വഴിക്ക്, ആ ദിശയിൽ അന്വേഷണം പോകുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെയും അറസ്റ്റ് ചെയ്തതായി കേൾക്കുന്നില്ല. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ഇടനിലക്കാർ, പിന്നെ ചില രക്ഷകർത്താക്കൾ, ഇതിന് തയ്യാറായ ചില വിദ്യാർത്ഥികൾ, ഇതിലേക്കാണ് നീങ്ങുന്നത്. ഈ മുൻകാലങ്ങളിൽ ഈ അഴിമതി നടത്തിയിട്ടുണ്ടോ? ഈ കുംഭകോണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധന എവിടെയെങ്കിലും ഒരു നടക്കുന്നതായോ? CBI ഉദ്ധരിച്ച് വാർത്ത വരുന്നില്ല, ഗവൺമെൻറ് അത് സംബന്ധിച്ച് പറയുന്നില്ല. അപ്പോൾ തൊലിപ്പുറത്തെ ഒരു ചികിത്സ മാത്രമായി, കണ്ണിൽ പൊടിയാനുള്ള പരിപാടി മാത്രമായി കേന്ദ്ര സർക്കാർ CBI എൻക്വയറിയെ കാണുകയാണ്. DYFI ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ, മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണല്ലോ പുറത്തു വന്നത്, അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഇതിൻ്റെ ആഴത്തിലുള്ള അന്വേഷണത്തിന് CBI തയ്യാറാകണം. DYFI ഉറച്ച് വിശ്വസിക്കുന്നത് CBIയുടെ ഒറ്റപ്പെട്ട ഈ എൻക്വയറിയിലൂടെ മാത്രം നിഷ്പക്ഷമായൊരു അന്വേഷണം നടക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കോർട്ടിൻ്റെ ഒബ്സർവേഷൻ, കോർട്ടിൻ്റെ ഒരു സൂപ്പർവിഷൻ അത് സംബന്ധിച്ചുണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന അഭിപ്രായം കൂടി DYFI മുന്നോട്ട് വയ്ക്കുകയാണ്.